ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാലത്തെ കിളിക്കൂടിൽ നീതു ഹരീഷിനെ വിളിച്ചു വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ കോളൊന്നും കണക്റ്റ് ആവുന്നില്ല. അവൻ്റെ ഫോൺ അവൻ എറിഞ്ഞു പൊട്ടിച്ചല്ലോ, അത് അവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നീ ഇത്രയും മോശപ്പെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരാഴ്ച ആയപ്പോഴേക്കും നിനക്കെന്നെ മടുത്തല്ലേ, എനിക്കറിയാം നീ ഏതൊരു പെണ്ണിൻ്റെ കൂടെ കറങ്ങുകയാണെന്ന്. അത് ആരാണ്, നിനക്കെന്നെ മടുത്തല്ലേ, നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്താണെങ്കിൽ നിധി ഒരുപാട് സങ്കടപ്പെട്ട് റൂമിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. സുധീഷിന് എന്ത് പറ്റി, ഇവരൊക്കെ എന്താ അങ്ങനെ പറയുന്നത്, അവൻ ഇനി വരില്ല, ഇനി എങ്ങനെ സുധീഷൻ രക്ഷപ്പെടുത്തും എന്നുള്ള ചിന്തയിലാണ് അവൾ. മറ്റൊരു വശത്തോ സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും തങ്ങളുടെ കൂടപ്പിറപ്പിനെ കണ്ടുപിടിക്കാനായിട്ട് നെട്ടോട്ട് ഓടുകയാണ് കേട്ടോ. സുധീഷ് ഫോൺ വഴി ആരും വിളിച്ചെന്ന് ഗുണ്ടകൾക്ക് മനസ്സിലായത് പ്രകാരം അവർ രാജീവിനെ അരുണിനെയും വിളിച്ചറിയിക്കുന്നുണ്ട്. അങ്ങനെ അവനെ അവിടെ നിന്ന് മാറ്റാൻ പറയാണ് കേട്ടോ. അങ്ങനെ ഈ ഗുണ്ടകളെല്ലാവരും കൂടെ കാറിൽ കയറ്റിയിട്ട് അവനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. അതോടുകൂടി അവരുടെ പ്രതീക്ഷകളെല്ലാം നശിക്കുകയാണ്. കാരണം ഇവർക്ക് അവൻ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ വരും, ഇവനെ കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് സുധീഷ്. അങ്ങനെ അവനെ കൊണ്ടുപോവാണ് കേട്ടോ. ആ പോകുന്ന സമയത്ത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ ഹരീഷിൻ്റെ വണ്ടിയായിട്ട് ഇവരുടെ കാറ് ഇടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് സുഭാഷ് ഏട്ടനൊക്കെ വണ്ടി നിർത്തി വന്നിട്ട് ഹരീഷിനെ പൊന്തിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇവരോട് ചൂടാവുന്നുണ്ട്. അപ്പോഴേക്കും അതിലുള്ളൊരു ഗുണ്ടയ്ക്ക് നന്നായിട്ട് ദേഷ്യം വന്നിട്ട് അവൻ പ്രശ്നം ഉണ്ടാക്കാൻ ഇവരുടെ അടുത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ കൂടുള്ള ആൾ പറയുന്നുണ്ട്, തന്ന പണി തന്നെ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല, അപ്പോഴാണ് അടുത്ത പണി, ഇങ്ങോട്ട് വാടാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കൂടുള്ളവനോട് പറയുന്നുണ്ട്, നീ അവനൊന്ന് പോയി വിളിച്ചുകൊണ്ടെന്നെ അടുത്ത വയ്യാവിലി. അപ്പോഴേക്കും അവിടെ സുഭാഷ് ഏട്ടനൊക്കെ ചൂടാവുന്നുണ്ട്, ഇയാൾ എങ്ങോട്ടോടെ വണ്ടി എടുത്ത് പോകുന്നത്. അപ്പോഴേക്കും ആ ഗുണ്ട പറയുന്നുണ്ട്, നിനക്ക് എന്താടോ റോഡ് നിന്റെ തന്തയുടെ ബാക്കിയൊന്നുമല്ലല്ലോ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാവാണ് കേട്ടോ. ഹരീഷും നികേഷൊക്കെ സുഭാഷ് ഏട്ടനെ പിടിച്ച് മാറ്റുന്നുണ്ട്, വേണ്ട സുഭാഷ് ഏട്ടൻ വെറുതെ പ്രശ്നമാക്കണ്ട. ആ സമയത്താണ് നമ്മുടെ സുധീഷ് ജസ്റ്റ് ഒന്ന് അവരെ നോക്കുന്നത് കേട്ടോ പുറകോട്ട്. അപ്പോഴാണ് കാണുന്നത് തൻ്റെ കൂടപ്പിറപ്പാണല്ലോ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൻ ഒരുപാട് സന്തോഷമായി, അവർ തന്നെ മുന്നിലുണ്ടല്ലോ, പക്ഷെ എങ്ങനെ അവരെ തന്നെ കാണും എന്ന് ഓർത്തിട്ട് അവൻ മൂളാണ് കേട്ടോ. അങ്ങനെ കൈയൊക്കെ പിടിച്ച് കുടഞ്ഞ് അവൻ മൂളിങ്ങോണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുള്ള കൊണ്ട് അവനെ പിടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ഇവർ പോകാൻ നിൽക്കുന്ന സമയത്ത് അവൻ തല ഡോർ വഴി പുറത്തേക്ക് ഇടുമ്പോൾ നികേഷ് പെട്ടെന്ന് കാണുകയാണ്. അപ്പോഴേക്കും അവൻ വിളിച്ച് കൂവുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഇതാ സുധീഷ് ഏട്ടെന്ന്. അപ്പോഴേക്കും അവരവനെ കാണുന്നുണ്ട്. അപ്പോഴേക്കും അവർ കാർ എടുത്തിട്ട് സ്പീഡിൽ പോവാണ് കേട്ടോ. കൂടെ തന്നെ നമ്മുടെ മൂവർ സംഘം വരുന്നുണ്ട്. അവർ ഹൈ സ്പീഡിൽ വന്നിട്ട് തടഞ്ഞു നിർത്താണ് കാറ്. എന്നിട്ട് പിന്നെ ഒരു 1.5 വരവായിരുന്നു. അവരെ അടിച്ച് തമർത്തി 4 പേരും കൂടെ, സുധീഷും ഉണ്ടായിരുന്നു. കണക്കിന് തന്നെ 3 ഗുണ്ടകൾക്ക് അവരെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഒടുവിൽ അവരെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ആര് പറഞ്ഞിട്ടാണ് അത് ചെയ്തതെന്ന് സുഭാഷ് ഏട്ടൻ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഞാൻ ചോദിക്കാം സുഭാഷ് ഏട്ടെന്നും പറഞ്ഞിട്ട് അവരെ നന്നായിട്ട് അടിച്ചിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ പണവും സ്വർണ്ണമായിട്ട് പോകുന്നത് നിന്നോട് ആരാ പറഞ്ഞത്, കറക്റ്റ് ഞാൻ പോകുന്ന വഴി നിന്നോട് ആരാടാ പറഞ്ഞത്. അങ്ങനെ ഓരോന്ന് സുധീഷ് ഇങ്ങനെ ചോദിച്ചിട്ട് അവനെ നെരിവട്ടം അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഗുണ്ട പറയുന്നുണ്ട്, അയ്യോ എനിക്കറിയില്ല, അതൊരു ഫോൺ കൊട്ടേഷൻ ആയിരുന്നു, ആരാണെന്ന് എനിക്കറിയില്ല. അത് കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി അയാൾ അടവെടുക്കുകയാണെന്ന്. പിന്നീട് അയാൾക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് സാന്ദ്രേനെയും ഹേമേനെയാണ്. സാന്ദ്ര കിച്ചണിൽ ചായ ഉണ്ടാക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഹേമേനോട് സാന്ദ്ര ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ചായ വേണോ, മോളെ എനിക്ക് നല്ല തലവേദന, എനിക്കൊരു കോഫി ഇട്ട് താട്ടോ എന്ന് പറഞ്ഞിട്ട് ഹേമ ഉമ്മറത്തേക്ക് പോകാൻ കേട്ടോ, പാലെടുക്കാനും അതുപോലെ തന്നെ പത്രം എടുക്കാനും. ആ സമയത്താണ് ഒരു പത്രം വായിച്ചിട്ടൊരാൾ അവിടെ ചെയറിൽ ഇരിക്കുന്നത്, ഫേസ് കാണുന്നില്ല. അപ്പോൾ ഹേമ ചോദിക്കുന്നുണ്ട്, ആരാണിത്, എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷ് നല്ലൊരു സിനിമാ നടൻ സ്റ്റൈലിൽ അവൻ പെട്ടെന്ന് തന്നെ ആ ഒരു പേപ്പർ മുഖത്തുനിന്ന് മാറ്റുക. അത് കണ്ടതും ഹേമ ആകെ പേടിച്ച് ഭയന്ന് വിളറി ഓടുകയാണ് കേട്ടോ. എന്നിട്ട് അകത്ത് പോയിട്ട് അരുണിനെയും രാജീവേട്ടനെയൊക്കെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് രാജീവിനോട് പറയുന്നുണ്ട്, രാജീവേട്ട അവിടെ 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 എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താ ഹേമ നിനക്ക് പറ്റിയ, ഒന്നിങ്ങ് വന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാണ് കേട്ടോ. അങ്ങനെ സുധീഷിന് മുന്നിൽ കാണുമ്പോൾ അവരും ഭയക്കുന്നുണ്ട്. കാരണം സുധീഷ് രക്ഷപ്പെട്ട കാര്യം അവർക്കാർക്കും അറിയില്ലല്ലോ, ഇതുവരെ ആ ഗുണ്ടകളാരും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരാളെ കാണുമ്പോൾ അവർ ഞെട്ടുന്നുണ്ട്. കാരണം അവനെ കൊടുക്കാനല്ലേ അവർ ഇത്രയും ചെയ്തത്, ഇനിയിപ്പോൾ നിധി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എങ്ങനെയാവും എന്നൊക്കെ ഓർത്തിട്ട് അവരാകെ ബേജാറാവുന്നുണ്ട്. അപ്പോഴേക്കും നിധി താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. അവൾ സുധീഷ് എന്ന് വിളിക്കുന്നുണ്ട്. അവൾക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ഒരു ആകുലത, എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. അരുണും രാജുവും പകച്ചു നിൽക്കുകയാണ്. തങ്ങളാണോ ഇതിന് പിന്നിൽ നിന്ന് സുധീഷ് അറിഞ്ഞു കഴിഞ്ഞോ, അങ്ങനെയാണെങ്കിൽ നിധി പറയില്ലേ എന്നൊക്കെയുള്ള ചിന്തയിലാണ് അവർ. അരുൺ അപ്പോഴേക്ക് തൻ്റെ അഭിനയം വീട് തുടർന്നു. സുധീഷിൻ്റെ കോളർ കുത്തിപ്പിടിച്ചിട്ട്, നീ എവിടേക്കാണ് കടന്നു കളഞ്ഞു, ഞങ്ങളുടെ സ്വർണ്ണം പണമൊക്കെ മോഷ്ടിച്ച് നീ എങ്ങോട്ടാണ് പോയത്. സുധീഷ് ആണെങ്കിൽ കല്ല് പോലെ നെഞ്ചു പിരിച്ചാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോഴേക്ക് രാജീവ് പറയുന്നുണ്ട്, അയ്യോ നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ, എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ, നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത്, സുധീഷിനൊരു സമാധാനം കൊടുക്കുക, അവൻ പറയട്ടെ എന്താ സംഭവിച്ചതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ അഭിനയിക്കുകയാണ്. സുധീഷിന് ചിരിയാണ് വരുന്നത്, പുച്ഛച്ചിരി. അവനാണ് പണം എടുത്തെങ്കിൽ അവൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ, നീ ഒന്ന് അവനെ വിട്, കാര്യങ്ങൾ നമുക്ക് സമാധാനത്തിൽ സംസാരിക്കാമല്ലോ എന്നൊക്കെ രാജീവ് ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് പറയാന് കേട്ടോ. അപ്പോഴേക്കും അരുൺ ദേഷ്യത്തോട് കൂടെ അവൻ്റെ കോളറെ വിടുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, നീ എങ്ങോട്ടാ സുധീഷ പോയത്, ഞങ്ങൾ എന്തുമാത്രം പേടിച്ചെന്ന് അറിയാമോ, എന്താ പ്രശ്നം ഉണ്ടായത് നീ പറ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അവൻ അതേ നിപ്പ് തന്നെ തുടരുകയാണ് കേട്ടോ. ഒരു പുച്ഛമുണ്ട് മുഖത്ത്. അപ്പോഴേക്കും നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാ പോയത്, ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, എന്നൊന്ന് വിളിച്ച് പറയാൻ തോന്നിയോ, ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാമോ, ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ ആ സ്വർണ്ണവും പണം എടുത്ത് മോഷ്ടിച്ച് പോയെന്ന്
എന്നാണ്. അതാണോ സത്യം? അപ്പോൾ സുധീഷ് അല്ലെന്ന് തലയാട്ടുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഇവരൊക്കെ പറയുന്നത് നിങ്ങൾ മോഷ്ടിച്ചെന്നാ. എന്താ ഞാൻ ചെയ്യാ? എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. ഒന്ന് പറ സുധീഷ്, എന്താ ഇപ്പോഴും മിണ്ടാണ്ടിരിക്കുന്നത്? എന്താ സത്യം? എന്താണെന്ന് പറ. അങ്ങനെ സുധീഷ് നടന്ന സംഭവങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ വിളിച്ച് പറയാണ് കേട്ടോ. നിധിയാണെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. സുധീഷ് ആണെങ്കിൽ എല്ലാം പറഞ്ഞിട്ടും രാജീവിൻ്റെയോ അല്ലെങ്കിൽ അരുണിൻ്റെയോ ഒരു പേര് പോലും അതിൽ പരാമർശിക്കുന്നില്ല കേട്ടോ. അത് കേട്ടപ്പോഴാണ് രാജീവിനൊരു കാര്യം മനസ്സിലായത്. ഇവൻ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ രാജീവ് തൻ്റെ കുബുദ്ധിയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവൻ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഞങ്ങളാണെന്ന് അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ രാജീവ് മനസ്സിൽ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും നിധി ചോദിക്കുന്നുണ്ട്, സുധീഷ് നിനക്കൊന്നും പറ്റിയില്ലല്ലോ, അപ്പോൾ അവനൊന്നും ഇല്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് നിധി അവരോട് ചോദിക്കുകയാണ് കേട്ടോ, ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്, നിങ്ങൾ വിശ്വസിച്ചോ? ഇല്ലല്ലോ, ഇപ്പം എന്തായി? അവൻ വന്ന് നിൽക്കുന്ന കണ്ടില്ലേ? അപ്പോഴേക്ക് രാജീവ് പറയുന്നുണ്ട്, മോളെ അപ്പത്തെ ടെൻഷനിൽ പറഞ്ഞു പോയതാണ്, നീ ഒന്ന് ക്ഷമിക്കുക. എന്തായാലും സുധീഷ് വന്നില്ലേ, അവൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുക. സാന്ദ്ര മോളെ അവന് കുറച്ച് വെള്ളം കൊടുക്കുക എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ രാജീവ് സുധീഷിനെ അവിടെ ടേബിളിൽ ഇരുത്തുന്നുണ്ട്. സാന്ദ്ര വന്ന് വെള്ളം കൊടുക്കുമ്പോൾ നിധി അത് മേടിച്ചിട്ട് അവന് കൊടുക്കുന്നുണ്ട്. അവന് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ, ബാക്ക് വേദനിച്ചിട്ട്. കാരണം അമ്മാരെ അടി അന്ന് അരുൺ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, നന്നായിട്ട് അവർ ഉപദ്രവിച്ചു, അപ്പോൾ അവനൊന്നും ഇല്ലയെന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും അരുണിൻ്റെ ഒന്ന് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അരുൺ പറയുന്നുണ്ട്, നട്ട മുളയ്ക്കാത്ത നുണയും പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾ വിശ്വസിച്ചോ? അവൻ കള്ളനാ, അവൻ തന്നെയാണ് ആ പണവും സ്വർണ്ണവും എടുത്ത് മോഷ്ടിച്ചത്, എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു. എന്തൊക്കെയാണിത്? എല്ലാവരും ഇത് വിശ്വസിച്ചു എന്നൊക്കെ പറയാം. അപ്പോഴേക്കും രാജീവ് മനസ്സിലാലോചിക്കുന്നുണ്ട്, വിവരദോഷി ഇവനത് കോളാക്കുന്നു ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, അരുൺ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അവന് ആണ് തെറ്റ് ചെയ്തെങ്കിൽ അവൻ ഇങ്ങോട്ട് തിരിച്ചു വരും. ഇല്ലല്ലോ, മോഷ്ടിച്ച ആളെങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരും? അപ്പോൾ അവനല്ല, നീ ഒന്ന് സമാധാനപരമായിട്ടിരിക്കുന്നു പറയാണ്. എന്നിട്ടും അരുണിൻ്റെ ദേഷ്യം അടങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ അരുണ് രാജീവിനോട് പറയുന്നുണ്ട്, അച്ഛൻ എന്താ അവനെ കണ്ടപ്പോൾ മാറ്റി പറഞ്ഞോ? അല്ല, ഗുണ്ടകളും അവരാരും ഇല്ല, ഇവൻ മാത്രം തിരിച്ചു വന്നു. അതെങ്ങനെ വിശ്വസിക്കുക? സ്വയം രക്ഷപ്പെടാൻ പറ്റിയവന് സ്വർണ്ണവും പണവും ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ലല്ലേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല അച്ഛൻ, ഞാനത് വിശ്വസിക്കില്ല. അതും പറഞ്ഞിട്ട് അവനെ അടിക്കാനായിട്ട് കയ്യോങ്ങാണ് കേട്ടോ. അപ്പോഴേക്കും നിധി നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, നിർത്ത്, കുറെ നേരമായി ഞാൻ കേൾക്കുന്നു. ഇന്നലെ മുതൽ നിങ്ങൾ പറയുന്നു സുധീഷ് സ്വർണ്ണവും പണവും മോഷ്ടിച്ചു, അവർ വീട്ടുകാരെല്ലാവരും കൂടെ നാട് വിട്ടു, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്നിട്ട് സുധീഷിന് അവിടെ വന്നിരുന്നില്ലേ? അങ്ങനെ മോഷ്ടിച്ച ഒരാളാണെങ്കിൽ അവനോട് വന്നിരിക്കുവോ? അതല്ല ഏറ്റവും വലിയ തെളിവ്. ഇതിലും കൂടുതൽ എന്താ വേണ്ടത്? ഇനി വെറുതെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നീതി നന്നായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അരുണിനെ. സുധീഷ് പണവും സ്വർണ്ണവും മോഷ്ടിച്ചെന്ന് പറയുന്നത് ഇതോടെ നിർത്തണം എന്നവൾ പറയാൻ കേട്ടോ. അപ്പോഴേക്കും അരുണ് ദേഷ്യപ്പെടുന്നുണ്ട്, നിർത്താടി ഞാൻ, അങ്ങനെയാണെങ്കിൽ എൻ്റെ പണവും സ്വർണ്ണവും അവൻ തിരിച്ചു തരട്ടെ എന്നാൽ ഞാൻ നിർത്താം. ഇത്രയും നേരം ഇതെല്ലാം കേട്ട് നിന്ന് സുധീഷ് പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് എണീക്കുകയാണ് കേട്ടോ. മിസ്റ്റർ അളിയൻ, നിനക്ക് എന്താ അറിയേണ്ടത്? സ്വർണ്ണവും പണവും എവിടെയെന്നല്ലേ? ഇപ്പം കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നിധിയും ആകാംക്ഷയോട് കൂടെ അവിടേക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ അരുണിനെ രാജീവ് വിളിച്ചിട്ട് മെല്ലെ പറയുന്നുണ്ട്, എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഇത്ര ധൈര്യത്തോട് കൂടെ അവിടേക്ക് വരില്ല. നീ ഇങ്ങനെ വെറുതെ ഓവറാക്കി ചളാക്കല്ലേ. ഇതുവരെ നിധിക്ക് അറിയില്ല നമ്മളാണ് ഇതിൻ്റെ പിറകേന്ന്. നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രശ്നമാക്കല്ലേ. അങ്ങനെ പുറത്തു പോയ സുധീഷ് അകത്തേക്ക് വരുമ്പോൾ കൂടെ തന്നെ സുഭാഷ് ഏട്ടനും നികേഷും ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കണ്ടപ്പോൾ നിധി ഷോക്കാവുന്നുണ്ട്. നിധി മാത്രമല്ല എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടൻ എന്താ ഇവിടെ? അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ സുധീഷ് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. ഞാൻ ഒരു വിധത്തിൽ ഫോൺ കിട്ടിയപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ സുഭാഷ് ഏട്ടനെ വിളിച്ചു. അങ്ങനെ സുഭാഷ് ഏട്ടന് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ഗുണ്ടകൾ കണ്ടുപിടിച്ചിട്ട് അവരെന്നെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതോടെ ഇവിടെ തീർന്നു എന്ന്. പക്ഷേ ഭാഗ്യമില്ലാത്തവൻ ദൈവം തുണ എന്ന് പറഞ്ഞ മാതിരി എന്നെ അവർ കാറിൽ കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ബ്രദേഴ്സിൻ്റെ വണ്ടിയായിട്ട് ഈ കാറ് ആക്സിഡൻ്റ് ആവാണ്. അങ്ങനെയാണ് സുഭാഷ് ഏട്ടനെ ഇവർ ഞാൻ കാണുന്നതും. പിന്നീട് അവിടെ അടിപിടി നടന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെടുകയാണെന്ന് പറയാൻ കേട്ടോ അവൻ. അപ്പോൾ അത് കേട്ടപ്പോൾ നിധി ആകെ സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ രാജീവ് തൻ്റെ അഭിനയം തുടങ്ങി. അയ്യോ സുധീഷ്, ആരാ അങ്ങനെ ചെയ്തേ? എന്തായാലും നമുക്ക് അതിനെതിരെ ആക്ഷൻ എടുക്കണം. നീ പറ, നമുക്ക് കണ്ടുപിടിക്കാം. അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് പുച്ഛമാണ് തോന്നുന്നത് കേട്ടോ. അതേ പുച്ഛത്തോടു കൂടി തന്നെ സുധീഷ് പറയുന്നുണ്ട്, അയ്യോ അതിന് സാറ് കഷ്ടപ്പെടുന്നു വേണ്ട, ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് ആ വില്ലനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് കേട്ടോ. അത് കണ്ട് ഷോക്കായി നിൽക്കുകയാണ് രാജീവും അരുണും. അപ്പോൾ എല്ലാ സത്യങ്ങളും ഇവർ അറിഞ്ഞിട്ടുണ്ട്. അതോടുകൂടി എപ്പിസോഡോട് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക്